ലഹരി വാങ്ങാൻ പണം കിട്ടാതായതോടെ മോഷണത്തിനിറങ്ങി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ. കൊച്ചിയിൽ നിർത്തിയിട്ട ബൈക്ക് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിൽ അവർ പങ്കുവച്ചു. മോഷണം നടത്തിയെന്ന് സമ്മതിക്കുന്ന കുട്ടികളുടെ ശബ്ദ സന്ദേശം 24-ന്. എങ്ങനെ ഓടിച്ച് താക്കോലുണ്ടായിരുന്നത് എങ്ങനെ മറ്റേ രീതിയിലോടാക്കിയ അതൊക്കെ എന്ത് വെച്ചാല് നമ്മൾ ചെയ്യാമെന്ന് അറിയാം. എന്താ പൊട്ടനായിരുന്നു ബൈക്ക് മോഷ്ടിക്കാൻ അറിഞ്ഞോടെ പണി വരുമെന്ന്. ഏതിലൊക്കെ ക്യാമറയിൽ പോക്കോടാ. എങ്ങനെ ഓടിയെന്ന് ക്യാമറയിൽ കൂടെ പിടിച്ചാണോ? എങ്ങനെ പെൺപിള്ളേരായിട്ട് ഔട്ടടിക്കാൻ പോയിട്ട് എങ്ങനെ ഉണ്ടായി? കൊച്ചിയിൽ നിന്നും എസ് ശ്യാംകുമാർ തത്സമയം ചേരുകയാണ്. ശ്യാംകുമാർ, ഈ കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിലുള്ളവർ തന്നെ ബൈക്കൊക്കെ മോഷ്ടിക്കുക, സമൂഹ മാധ്യമങ്ങളിൽ ഇതിൻ്റെ ശബ്ദ സന്ദേശം പ്രചരിക്കുക, ഇതൊക്കെയാണ് വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തകൾ, പ്രത്യേകിച്ച് ലഹരിയുടെ ലോകത്തേക്ക് നമ്മുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വളരെ വേഗത്തിൽ എത്തപ്പെടുകയും അതിന് മറ്റുള്ളവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ തെളിവുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. അതെല്ലാം അവർ വളരെ വീരപരിവേഷം അവരുടെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുകയാണ്. ഇത് ഇപ്പോൾ നടന്നിരിക്കുന്നത് കയ്യിലെ പൈസയൊക്കെ തീർന്നപ്പോൾ ലഹരി ഉപയോഗിക്കുന്നതിനായിട്ടൊരു ബൈക്ക് മോഷ്ടിക്കുന്നതാണ്. ആ ബൈക്ക് മോഷ്ടിക്കുകയും അതിൻ്റെ നമ്പർ പ്ലേറ്റും മറ്റും മാറ്റുകയും ഒക്കെ ചെയ്തതായിട്ടും ഈ ഗ്രൂപ്പിൽ അവർ പറയുന്നുണ്ട്. ആ മോഷ്ടിച്ച വിവരം കൂട്ടുകാരെ അറിയിക്കുമ്പോഴാണ് അതിനുള്ള മറുപടി അവിടെ നിന്ന് കിട്ടുന്നത്. ആ ബൈക്ക് പിന്നീട് വിറ്റ ശേഷം കിട്ടിയ പണം ഉപയോഗിച്ച് പെൺകുട്ടികളുമായിട്ട് ലഹരി ഉപയോഗിക്കാൻ പോയോ എന്നാണ് അടുത്ത ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. പിന്നീടുള്ള ശബ്ദ സന്ദേശങ്ങൾ പ്രക്ഷേപണയോഗ്യമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ വളരെ വേഗത്തിൽ ഇവർക്ക് ലഹരിക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 3 ദിവസങ്ങളായി നമ്മൾ പറയുന്ന പോലെ തന്നെ കൊച്ചി നഗരത്തിലെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും നമ്മുടെ സംവിധാനങ്ങൾ ഈ കുട്ടികളെ കണ്ടുപിടിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു വസ്തുതയാണ്. ഈ കുട്ടികളുടെ സംഘത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നിരവധി പേരുണ്ട്. ക്ലോസ്ഡ് ഗ്രൂപ്പുകളാണ്. മറ്റൊരു കുട്ടിയുടെ ഫോണിൽ നിന്നാണ് നമുക്ക് ഇവരുടെ ഈ ക്ലോസ്ഡ് ഗ്രൂപ്പിലേക്ക് പ്രവേശനം ലഭിച്ചതും ഈ വീഡിയോകൾ ഉൾപ്പെടെ ഈ വീരപരിവേഷം കിട്ടാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീഡിയോകൾ ഉൾപ്പെടെ ലഭിച്ചതും അതെല്ലാം അവർ അവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലെ ശബ്ദ സന്ദേശങ്ങൾ, പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്നത്, പെൺകുട്ടികളെ വശീകരിക്കുന്നത്, അവർക്ക് മയക്കുമരുന്ന് നൽകിയത്, ഇതെല്ലാം വരുമ്പോഴും ഈ സംവിധാനങ്ങളൊന്നും ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു വസ്തുതയാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നുള്ള മറ തന്നെയാണ് അവർ നിയമത്തിന് മുന്നിൽ ഉപയോഗിക്കുന്നതും ഈ ക്രിമിനൽ പ്രവൃത്തികൾ ചെയ്യുന്നതിന് മറയാക്കുന്നതും. താങ്ക് യു ശ്യാംകുമാർ.